കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് വിജയം രേഖപ്പെടുത്തിയിട്ട് 2 പതിറ്റാണ്ടുകളായി. അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിലെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന പി.സി. തോമസ് തന്റെ ഉപദേഷ്ടാവായ പരേതനായ കെ.എം. മാണിയുമായി തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്ന് സ്വന്തമായൊരു രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു. ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി. മൂവാറ്റുപുഴ മണ്ഡലമായിരുന്നു അത്. 1989 മുതൽ തുടർച്ചയായി അദ്ദേഹം വിജയിച്ച മണ്ഡലം. 529 വോട്ടുകളുടെ ഭൂരിപക്ഷം. ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 34.4% തോമസിന് ലഭിച്ചതിനാൽ കോൺഗ്രസ് നയിക്കുന്ന UDF-നെയും സംസ്ഥാന LDF-നെയും ഇത് ഞെട്ടിച്ചു കളഞ്ഞു. ക്രിസ്ത്യൻ വോട്ടർമാർക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ BJP നയിക്കുന്ന NDAയുടെ അംഗമായി തോമസ് മത്സരിച്ചിട്ടും ഇത് സംഭവിച്ചു. ആ വർഷം BJPയുടെ മുതിർന്ന നേതാവായ ഒ രാജഗോപാലിന് പോലും തിരുവനന്തപുരത്ത് 29.9% വോട്ട് നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ക്രൈസ്തവ ടിക്കറ്റിൽ ആരംഭിച്ച ആ ജൈത്രയാത്ര ഇന്ന് അനിൽ ആന്റണി, PC ജോർജ്, ഷോൺ ജോർജ് എന്നീ പേരുകളിൽ എത്തി നിൽക്കുകയാണ്. നരേന്ദ്രമോദി തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ BJPയിലേക്ക് ആകർഷിക്കാൻ ശ്രമം തുടരുകയുമാണ്. മണിപ്പൂരിലെ സംഘർഷത്തിന് ശേഷം പാർട്ടിക്ക് തിരിച്ചടി നേരിട്ടു എന്ന യാഥാർത്ഥ്യം ഒഴിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ കന്യാസ്ത്രീ വിഷയത്തിലൂടെ തന്നെ വലിയ തിരിച്ചുവരവ് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന BJP നേതൃത്വം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുമായി വീണ്ടും അടുക്കുന്നതിനായി പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കൾക്കായി BJPയുടെ ക്ലാസ് ഒരുക്കുകയാണ്. CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറിയും കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനുമായ VC സെബാസ്റ്റ്യനാണ് കോട്ടയത്ത് ബുധനാഴ്ച സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ലാസ് എടുത്തത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടിയിൽ എല്ലാ ജില്ലകളിൽ നിന്നുമായി 150 പേർ പങ്കെടുത്തു. അടുത്ത കാലത്തെ തിരിച്ചടികൾ കണക്കിലെടുത്തുകൊണ്ട് BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ക്ലാസ്. ക്രൈസ്തവരുടെ ഭരണഘടനാ അവകാശങ്ങളും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളുമാണ് പ്രധാനമായി അവതരിപ്പിച്ചത്. മതപ്രചാരണത്തിനുള്ള അവകാശം, ഒരു സമുദായത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം, സുപ്രീം കോടതി വിധികൾ, മതസ്വാതന്ത്ര്യം തടയുന്ന നടപടികൾ എന്നിവ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷത്തെ, അതായത് മൈനോരിറ്റി വിഭാഗത്തെ പ്രത്യേകമായി കാണണം. 1951 സെൻസസിൽ രാജ്യത്ത് 2.3% ക്രൈസ്തവർ. 1971 ഇത് 2.6% ഇപ്പോഴും 2.3% തന്നെയാണ് ജനസംഖ്യ. ഇക്കാലത്തിനിടെ 5% വളർച്ചയുണ്ടായിട്ടുണ്ട്. ആകെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞ പാഴ്സി പോലുള്ള വിഭാഗങ്ങളുമുണ്ട്. എല്ലാവരെയും ന്യൂനപക്ഷം എന്ന ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന് ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേസമയം ഉത്തരേന്ത്യയിൽ അടുത്ത കാലത്ത് ക്രൈസ്തവർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഏറെയും സംസ്ഥാന കേന്ദ്രീകൃത വിഷയങ്ങളായതിനാൽ തന്നെ ഏറെക്കുറെയും സംസ്ഥാന കേന്ദ്രീകൃത വിഷയങ്ങൾ തന്നെയായിരുന്നു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മുന്നോക്ക ക്രൈസ്തവ, പട്ടികവർഗ ക്രൈസ്തവർ, കത്തോലിക്ക ഇതരൻ, പരിവർത്തന ക്രൈസ്തവർ, ഇവാഞ്ചലിക്കൽ സഭകൾ, മുന്നോക്ക സംവരണം തുടങ്ങിയവ ചർച്ച ചെയ്യപ്പെട്ടു. BJPയുടെ വോട്ട് വിഹിതത്തിൽ ക്രമാനുഗതമായി ഉണ്ടായ വർധനയെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടുകയാണ് ലക്ഷ്യം. 16.68% വോട്ടും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വമ്പൻ വിജയമാണ് കേരളം 2024 BJPക്ക് സമ്മാനിച്ചത്. 2019 NDAയുടെ വോട്ട് വിഹിതം 19.24%. UDF-LDF സഖ്യങ്ങൾ ഇപ്പോൾ സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ NDA വളർച്ചാ കഥ വളരെ മന്ദഗതിയിലും ക്രമാനുഗതവുമായിരുന്നു. 2014 NDAയുടെ വോട്ട് വിഹിതം ഏകദേശം 10.5% മാത്രമായിരുന്നു. 2019 ആയപ്പോഴേക്കും അത് 15.64%. ഇത്തവണത്തെ മുന്നണി അത് 19.23%. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി 30% നേടുക എന്നതാണ് BJPയുടെ ടാർഗറ്റ് പോയിന്റ്.